ഇനി തിരുവനന്തപുരം SAT ആശുപത്രിയിലെ പേവിഷബാധ സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന കുഞ്ഞ് മരിച്ചതുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് അപ്ഡേറ്റുകളിലേക്ക് നമ്മൾ പോവുകയാണ്. വിളക്കുടി ജാസ്മിൻ മൻസിലിൽ നിയ ഫൈസൽ ആണ് മരിച്ചത്. കുഞ്ഞ് 3 ഡോസ് വാക്സിൻ എടുത്തിരുന്നു. എന്നിട്ടും പേവിഷബാധ സ്ഥിരീകരിക്കപ്പെടുകയായിരുന്നു. മകളുടെ ദാരുണ അന്ത്യത്തിൽ ആ അമ്മ പൊട്ടിക്കരയുന്നത് നമ്മൾ കണ്ടിരുന്നു. മാലിന്യം തിന്നാൻ വന്ന പട്ടികളാണ് തൻ്റെ കുട്ടിയെ കടിച്ചത്. തൻ്റെ കൺമുന്നിൽ വെച്ച് പട്ടി കുഞ്ഞിനെ കടിച്ചു കീറിയെന്നും അമ്മ പറഞ്ഞു. ഈ ഒരു അവസ്ഥ മറ്റൊരാൾക്കും വരരുത് എന്ന് അച്ഛനും പറയുകയുണ്ടായി. നമുക്ക് അവരുടെ വാക്കുകളൊന്ന് കേൾക്കാം. വളർത്ത് കൊറേ പട്ടികളെയും കൂടെ വളർത്തിയതുകൊണ്ട് കണ്ടില്ലേ, ഇവിടെ തന്നെ പട്ടികൾ വളർന്നു കയറി പോന്ന കണ്ടില്ലേ, കുഞ്ഞുങ്ങളെ ചികിത്സിക്കുന്ന എല്ലാ സഹായവും ചെയ്ത് എങ്കിൽ തന്നെ അവിടെ വേസ്റ്റ് കൊണ്ടിടരുത്, ഇടുന്ന എല്ലാരോടും പറഞ്ഞു. ഒരു മനുഷ്യനും കേട്ടില്ല. അത് തിന്നാൻ വന്ന പട്ടികളെ എന്റെ കുഞ്ഞിനെ കടിച്ചു കീറിയത്. ഞാന് ഓട്ടിച്ചു വിട്ട പട്ടിയാ എന്റെ കുഞ്ഞിനെ കടിച്ചു കീറിയത്. എനിക്ക് ഞാൻ ഓടിച്ചെല്ലുമ്പോ എന്റെ കുഞ്ഞിനെ കടിച്ചു വലിക്കുമായിരുന്നു. അപ്പോഴേ എടുത്തോണ്ട് പോയി. ഞാൻ ഇപ്പതാണ്ട് കൊണ്ടുപോയി. ഇനി എനിക്കിനി കാണാനില്ല. ഒരവസ്ഥ ഇനി ആർക്കും വരരുത്. ഇനി പറയാൻ വാക്കുകളൊന്നുമില്ല. തീർച്ചയായും അച്ഛനും അമ്മയ്ക്കും ഇതിൽ കൂടുതൽ ഒന്നും പറയാൻ കഴിയില്ല. തൻ്റെ മക്കൾക്ക് വന്ന ഈ ഒരു ദുരവസ്ഥ ഇനി ഒരാൾക്കും വരരുത് എന്ന് ആഗ്രഹിക്കാൻ മാത്രമേ നിസ്സഹായരായ രക്ഷിതാക്കൾക്ക് കഴിയുകയുള്ളൂ. കുഞ്ഞിൻ്റെ മൃതദേഹം പുനലൂർ ആലഞ്ചേരി മുസ്ലിം ജമാഅത്ത് പള്ളിയിൽ ഖബറടക്കിയിട്ടുണ്ട്. മീര മനോഹരൻ ചേർന്നു. മീര, സങ്കടകരമായ കാഴ്ചയാണ്, കണ്ടു നിൽക്കാൻ കഴിയാത്ത കാഴ്ചകളാണ്. ഇപ്പോൾ കുഞ്ഞിൻ്റെ മൃതദേഹവും ഖബറടക്കിയിരിക്കുന്നു. എന്താണ് വിവരങ്ങൾ? സേതു സൂചിപ്പിച്ച പോലെ തന്നെ ഹൃദയഭേദകമാകുന്ന കാഴ്ച തന്നെയായിരുന്നു ഇന്ന് SAT ഹോസ്പിറ്റലിന് മുന്നിൽ നമ്മൾ കണ്ടത്. ദിവസങ്ങളായി വെന്റിലേറ്ററിൽ തുടരുകയായിരുന്നു ആ കുഞ്ഞ്. തെരുവുനായുടെ കടിയേറ്റ് പേവിഷബാധയേറ്റ് മരിക്കുകയായിരുന്നു. സംസ്ഥാനത്തെ ഇതുകൂടി കൂട്ടിയാൽ സംസ്ഥാനത്തെ 3ാമത്തെ മരണമാണിത്. കഴിഞ്ഞ ദിവസങ്ങളിൽ പത്തനംതിട്ടയിൽ നിന്നുൾപ്പെടെ ഇത്തരത്തിലുള്ള വാർത്ത വന്നിരുന്നു. എന്തായാലും കുട്ടിയുടെ മൃതദേഹം 7 വയസ്സുകാരുടെ മൃതദേഹം കൊല്ലത്തെ ആലഞ്ചേരി മുസ്ലിം ജമാഅത്ത് പള്ളിയിൽ ഖബറടക്കി. ഇന്നലെ രാത്രി പുലർച്ചെ 2 മണിയോട് കൂടിയായിരുന്നു ഈ ഒരു കുട്ടിയുടെ മരണം സ്ഥിരീകരിച്ചത്. ദിവസങ്ങളായി SAT ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. കൊല്ലത്തെ വിളക്കുടി സ്വദേശിനിയാണ് ഈ കുട്ടി. നിയ ഫൈസ 7 വയസ്സുകാരിയാണ്. ഈ കുട്ടി വീട്ടിൽ പുറത്തു നിൽക്കുന്ന സമയത്തായിരുന്നു ഇത്തരത്തിൽ തെരുവുനായയുടെ ആക്രമണം ഉണ്ടായത്. കുട്ടിയുടെ വളർത്തുമൃഗം താറാവ് പ്രദേശത്തുകൂടി കടന്നു പോകുമ്പോൾ അതിനെ കടിക്കാനെത്തിയ നായയെ കുട്ടി ഓടിക്കുന്ന സാഹചര്യത്തിലായിരുന്നു ഇത്തരത്തിൽ കുട്ടിക്ക് കയ്യിൽ ആഴത്തിലുള്ള മുറിവ് ഏറ്റത്. തുടർഘട്ടങ്ങളിൽ ഉൾപ്പെടെ ആശുപത്രിയിൽ കുടുംബം കൊണ്ടുപോയി പ്രാഥമികമായ എല്ലാ ചികിത്സയും നൽകി. ഈ പേവിഷബാധയുടെ വാക്സിൻ 2 ഡോസ് ഉൾപ്പെടെ നൽകി. എന്നിട്ടും ഇപ്പോൾ ഇതാ മരണം സംഭവിച്ചു എന്നുള്ളതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ കുട്ടി ആദ്യം ആശുപത്രിയിൽ ചികിത്സ തേടിയപ്പോൾ പിന്നീട് കുറഞ്ഞ് വീട്ടിലേക്ക് മടങ്ങിയ സാഹചര്യത്തിൽ പനി കൂടുകയായിരുന്നു. പിന്നീട് പനി വന്ന സാഹചര്യത്തിലാണ് തിരുവനന്തപുരത്തെ SAT ആശുപത്രിയിലേക്ക് ഉൾപ്പെടെ കുട്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ആ ഘട്ടത്തിലായിരുന്നു പേവിഷബാധ സ്ഥിരീകരിച്ചത്. പിന്നീട് ദിവസങ്ങളായി വെന്റിലേറ്റർ സഹായത്തോടു കൂടി ജീവൻ നിലനിർത്തുകയായിരുന്നു. ഇന്ന് പുലർച്ചയോട് കൂടിയായിരുന്നു ആ മരണം സംഭവിച്ചത്. നമുക്ക് രാവിലെ ഉൾപ്പെടെ മാതാപിതാക്കൾ ഉൾപ്പെടെ പ്രതികരിച്ചിരുന്നു. ഈ പട്ടി സംസ്ഥാനത്തെ തെരുവുനായ ശല്യം രൂക്ഷമായി വരുന്ന സാഹചര്യത്തെക്കുറിച്ചും ഉൾപ്പെടെ ആ ഹൃദയഭേദകമായി ആ അമ്മ സംസാരിക്കുകയായിരുന്നു. മാലിന്യം കഴിക്കാൻ വന്ന പട്ടിയാണ് എൻ്റെ കൺമുന്നിൽ വെച്ച് എൻ്റെ കുഞ്ഞിനെ കടിച്ചത് എന്ന തരത്തിൽ പറഞ്ഞു. ഇനിയൊരു കുട്ടിക്കും ഇത്തരത്തിലുള്ളൊരു അവസ്ഥ നമുക്കും അങ്ങനെ മാത്രമേ ഈ ആഗ്രഹിക്കാൻ സാധിക്കുകയുള്ളൂ. കാരണം ഇനി ഇങ്ങനത്തെ ഒരു സംഭവം നമ്മുടെ നാട്ടിൽ ഉണ്ടാകാതിരിക്കട്ടെ. ഒരു കുഞ്ഞിനും എന്നല്ല ഒരാൾക്കും ഇത്തരത്തിലൊരു ദുരവസ്ഥ ഉണ്ടാകാതിരിക്കട്ടെ. തെരുവുനായ ഈ ക്രമീകരണത്തിനൊക്കെ വേണ്ടിയിട്ട് തെരുവുനായ വന്ധ്യീകരണം അടക്കമുള്ള കാര്യങ്ങളിലേക്കൊക്കെ ഈ നമ്മുടെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് അതിലേക്ക് കടക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം.